നിങ്ങൾക്കൊരു സംശയവും വേണ്ട. നാളെ മേയർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്ത പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആശങ്കയല്ലേ നിങ്ങൾക്കുള്ളത്? ആ ആശങ്ക വേണ്ട. വൈകിട്ടില്ലല്ലോ, നാളെയല്ലേ തെരഞ്ഞെടുപ്പ്. നാളെ മേയർ തെരഞ്ഞെടുപ്പാണ്. അതൊക്കെ സംസ്ഥാന അധ്യക്ഷന്റെ ചുമതലയിൽപ്പെടുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ മറുപടി പറയുന്നത് ശരിയല്ല. അല്ല, അദ്ദേഹത്തിന്റെ ചുമതല ഭംഗിയായിട്ട് നിർവഹിക്കും. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പ് വിഷയം വൈകിട്ടില്ലല്ലോ, നാളെയല്ലേ തെരഞ്ഞെടുപ്പ്. മാൻഡേറ്റ് ഉണ്ടായിട്ട് വളരെ പെട്ടെന്ന് തന്നെ BJP ഡിസിഷനിലേക്ക് പോകാനാണ് കരുതിയിരുന്നത്. ഇപ്പോൾ ഇത് സാധാരണ മേയറെ തെരഞ്ഞെടുപ്പ് കൗൺസിലർമാരുടെ യോഗമാണ് മേയറെ തെരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ഇത് ഇവിടെ നിൽക്കാതെ അധ്യക്ഷൻ ഡൽഹിയിലേക്ക് പോയിരിക്കുന്നത് ഇവിടെ തീർപ്പാക്കാത്തത് കൊണ്ടാണോ എന്താണ് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഇവിടെ തീർപ്പാകാത്തത് കൊണ്ട് അദ്ദേഹം ഡൽഹി പോയതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പാർട്ടിയുടെ ഭരണഘടനയിൽ അതിനെക്കുറിച്ച് ഒരു പരാമർശമില്ല. അല്ല, പാർട്ടിയുടെ ഭരണഘടനയിൽ മേയർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാർട്ടിയിൽ എങ്ങനെയാണ് നടക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒന്നും പറയാത്തത് കൊണ്ട് എനിക്കതിനെക്കുറിച്ച് പറയാം. പിന്നെ ആദ്യമായിട്ടാണ് നമുക്കൊരു മേയറെ കിട്ടുന്നത്, അതുകൊണ്ട് കീഴ്വഴക്കം പറയാനും എനിക്കറിയില്ല. എന്താണ് ഒരു പരിഗണന? മേയർ സ്ഥാനത്തെ പരിഗണിക്കുമ്പോൾ ഒരു പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ആണ് നോക്കുക. എല്ലാ ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ടായിരിക്കും തീരുമാനമെടുക്കുന്നത്. ഭരണപരമായ നൈപുണ്യമാണോ? അല്ല, അതേ പറഞ്ഞ എല്ലാ ഘടകങ്ങളും. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞല്ലോ, സംസ്ഥാന അധ്യക്ഷൻ ഇതെല്ലാം ചുമതല അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹം ഉചിതമായിട്ടുള്ള ഒരു നടപടി ഈ കാര്യത്തിൽ വേണ്ട സമയത്ത് കൈക്കൊള്ളും. നാളെ നിങ്ങൾക്കൊരു സംശയവും വേണ്ട. നാളെ മേയർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്ത പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആശങ്കയല്ലേ നിങ്ങൾക്കുള്ളത്? ആ ആശങ്ക വേണ്ട. വൈകിട്ടില്ലല്ലോ, നാളെയല്ലേ തെരഞ്ഞെടുപ്പ്. ആര് പറഞ്ഞ പേരിലേക്ക് എത്തിയിട്ടില്ല? അല്ല, അതാ പറയണ്ട, നാളെ പറഞ്ഞ പോരെ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും, അതിന് മുൻകൂട്ടി പ്രഖ്യാപിക്കുക, അങ്ങനെയൊന്നും വേണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. ഇതൊക്കെ നാളെ രാവിലെ അറിയാലോ നിങ്ങൾക്ക്. നാളെ രാവിലെ മേയറുടെ കാര്യം അറിയാം, ഉച്ചയാകുമ്പോൾ ഡെപ്യൂട്ടി മേയറുടെ കാര്യം അറിയാം. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ പരാജയ കാരണമായിട്ടില്ലെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ പറഞ്ഞു. പക്ഷേ ഇതിന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ശബരിമലയും തിരിച്ചടി കാരണമായിട്ടുണ്ടാകാം എന്ന് പറയുന്നു. അത് തിരിച്ചറിവാണോ CPM? അല്ല, അവർക്ക് പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാകുന്നത് വൈകിട്ടാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത തീർക്കേണ്ട ഉത്തരവാദിത്തം എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ആ കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അത് അവർ തമ്മിൽ തീർക്കട്ടെ. പാർട്ടി ഇപ്പം വിശദമായി BJP തെരഞ്ഞെടുപ്പ് അവിടെ നടത്തിയിട്ട് കോർ കമ്മിറ്റി വിശദമായി ചേർന്നിട്ടുണ്ട്. എങ്ങനെയാണ് കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഒരു വോട്ട് ശതമാനത്തിലേക്ക് പിന്നോട്ട് പോയി? ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കണക്ക് അതെല്ലാം പാർട്ടി വിശദമായിട്ട് വിലയിരുത്തൽ നടത്തിയിട്ട് കഴിഞ്ഞ ദിവസം MT രമേശ് ആ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരിച്ചതാണ് പാർട്ടിയുടെ നിലപാട്. അതായത് UDF LDF ബന്ധം ഉണ്ടായി അല്ലെങ്കിൽ MT രമേശ് പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കണ്ടല്ലോ, അതിനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. MT രമേശ് പറഞ്ഞത് വേണമെങ്കിൽ പ്രസ്താവന എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരാം. അല്ല, അതൊക്കെ ആ സമയത്ത് നിങ്ങളുടെ പോലെയുള്ള മാധ്യമപ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്, മറുപടി പറഞ്ഞിട്ടുണ്ട്.